കൊച്ചിയിലെ തിരക്കേറിയ വഴികളിൽ ഒരു മഴയുള്ള വൈകുന്നേരം. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ബസ് സ്റ്റോപ്പിനരികിൽ നിന്നു മഴയിൽ നനഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ പേര് നിവേദിത. കയ്യിലുണ്ടായിരുന്ന കുട കാറ്റിൽ പറന്നുപോയിരുന്നു. അവൾ അസഹായയായി ചുറ്റും നോക്കുമ്പോൾ ഒരാൾ അടുത്തേക്ക് നടന്നുവന്നു. കൃഷ്ണ. അവന്റെ കയ്യിലൊരു വലിയ കുട. "നിനക്കൊറ്റയ്ക്ക് നനയാൻ ഇഷ്ടമാണോ, അല്ലെങ്കിൽ പങ്കിടാമോ?" അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിവേദിത ഒരു നിമിഷം മടിച്ചു. പിന്നെ അവന്റെ കൂടെ കുടക്കീഴിൽ നിന്നു. ആ ചെറിയ നിമിഷം അവരുടെ കഥയുടെ തുടക്കമായി. അടുത്ത ദിവസങ്ങളിൽ അവർ വീണ്ടും അതേ ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടി. മഴയില്ലാത്ത ദിവസങ്ങളിലും അവരൊരുമിച്ചു നിൽക്കും. ചെറിയ സംഭാഷണങ്ങൾ, ചെറിയ ചിരികൾ. അവരുടെ ഇടയിലൊരു ബന്ധം വളർന്നു. "നിന്റെ കൂടെ എവിടെ പോയി?" കൃഷ്ണ ചോദിച്ചു. "അത് നഷ്ടപ്പെട്ടു," നിവേദിത പറഞ്ഞു. "ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളെ പുതിയ ആളുകളിലേക്ക് കൊണ്ടുപോകും," അവൻ പറഞ്ഞു. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. കാലം കടന്നു. അവരുടെ സൗഹൃദം സ്നേഹമായി മാറി. ഓരോ മഴയും ഓരോ കുടയും അവരുടെ ഓർമ്മകളായി. ഒരു ദിവസം കൃഷ്ണ പറഞ്ഞു, "എനിക്കിവിടെ നിന്ന് പോകേണ്ടി വരും." നിവേദിതയുടെ ഹൃദയം വേദനിച്ചു. "നീ തിരിച്ചു വരുമോ?" അവനൊരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. "നിനക്ക് വീണ്ടും ഒരു കുട നഷ്ടപ്പെട്ടാൽ ഞാൻ വരും." അവൻ പോയി. ദിവസങ്ങൾ കടന്നു. മഴ വീണ്ടും വന്നു. നിവേദിതയുടെ കയ്യിൽ ഇപ്പോൾ ഒരു പുതിയ കുടയുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത. ഒരു ദിവസം കാറ്റ് ശക്തമായി വീശി. അവളുടെ കുട വീണ്ടും പറന്നുപോയി. അവൾ നിശ്ചലമായി നിന്നു. അപ്പോഴാണൊരു പരിചിത ശബ്ദം. "നിനക്ക് വീണ്ടും സഹായം വേണമെന്ന് തോന്നുന്നു." അവൾ തിരിഞ്ഞു നോക്കി. കൃഷ്ണ. കണ്ണു നിറഞ്ഞവൾ ചിരിച്ചു. "ഇത് യാദൃശ്ചികമാണോ?" അവൻ പറഞ്ഞു. "ഇത് വിധിയാണ്." ആ മഴയിൽ അവർ വീണ്ടും ഒരുമിച്ചു നിന്നു. ഒരു കുടക്കീഴിൽ, ഒരു പ്രണയത്തിൽ. കാരണം ചില നഷ്ടങ്ങൾ നമ്മളെ ശരിയായ ആളിലേക്ക് എത്തിക്കാൻ മാത്രം സംഭവിക്കുന്നു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ രാത്രിയുടെ അവസാന ട്രെയിൻ പുറപ്പെടാനിരിക്കുകയായിരുന്നു. പ്ലാറ്റ്ഫോമിൽ ആളുകൾ കുറവായിരുന്നു. ആ നിശബ്ദതയിൽ ഒരു പെൺകുട്ടി ബെഞ്ചിലിരുന്ന് ടിക്കറ്റ് പിടിച്ചു നിന്നു. അവളുടെ പേര് രേവതി. അവൾ എവിടെയോ പോകുകയായിരുന്നു. പക്ഷെ എവിടെയെന്ന് അവൾക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു. ജീവിതത്തിൽ നിന്നൊക്കെ ഓടി മാറാനുള്ള ഒരു ശ്രമം മാത്രം. അതേസമയം ഒരു യുവാവ് അവളുടെ അടുത്തു വന്നിരുന്നു. അവന്റെ പേര് ദേവൻ. അവൻ യാത്രകളെ സ്നേഹിക്കുന്നവൻ. പക്ഷെ ആ രാത്രി അവന്റെ മുഖത്തൊരു വ്യത്യസ്തമായ നിശബ്ദതയുണ്ടായിരുന്നു. "ഈ ട്രെയിൻ എവിടേക്കാണ് പോകുന്നത്?" ദേവൻ ചോദിച്ചു. രേവതി ചെറുതായി ചിരിച്ചു. "നമുക്കറിയാത്തിടത്തേക്ക്." അവൻ അവളെ നോക്കി. "അപ്പോൾ നമുക്കൊരുമിച്ചു പോകാമോ?" ആ വാക്കുകൾ ഒരു തമാശ പോലെ തോന്നിയെങ്കിലും അവയിലൊരു സത്യവുമുണ്ടായിരുന്നു. ട്രെയിൻ പുറപ്പെട്ടു. അവരൊരേ കൂപ്പയിലിരുന്നു. ജനലിനു പുറത്തുള്ള ഇരുട്ട്, ഉള്ളിലെ നിശബ്ദത എല്ലാം ചേർന്ന് ഒരു അന്യമായ സൗഹൃദം സൃഷ്ടിച്ചു. "നീ എന്തിനാണ് പോകുന്നത്?" ദേവൻ ചോദിച്ചു. രേവതി കുറച്ചു നിമിഷം നിശബ്ദമായി. "ഞാൻ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തി, അത് മറക്കാൻ." ദേവൻ മൃദുവായി പറഞ്ഞു. "മറക്കാൻ ശ്രമിച്ചാൽ ഓർമ്മകൾ കൂടുതൽ ശക്തമാകും." അവൾ അവനെ നോക്കി. "അപ്പോൾ എന്തു ചെയ്യണം?" "പുതിയ ഓർമ്മകൾ ഉണ്ടാക്കണം." അവൻ ചിരിച്ചു. അങ്ങനെ അവർ സംസാരിക്കാൻ തുടങ്ങി. ജീവിതം, സ്വപ്നങ്ങൾ, വേദനകൾ എല്ലാം പങ്കുവച്ചു. ഒരു രാത്രിയിലെ അവർ അന്യരിൽ നിന്ന് അടുത്തവരായി മാറി. ട്രെയിൻ യാത്ര നീണ്ടു. ഓരോ സ്റ്റേഷനും ഓരോ നിമിഷവും അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലെത്തിച്ചു. ഒരു സമയം രേവതി ചോദിച്ചു, "ഈ യാത്ര അവസാനിച്ചാൽ നമ്മൾ വേർപിരിയുമോ?" ദേവൻ അവളെ നോക്കി. "യാത്രകൾ അവസാനിക്കും, പക്ഷെ ചില ആളുകൾ നമ്മളോടൊപ്പം തുടരും." അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു. പ്രഭാതമടുത്തപ്പോൾ ട്രെയിൻ അവസാന സ്റ്റേഷനിലേക്കെത്തി. അവരിറങ്ങി. പക്ഷെ ഇപ്പോൾ അവരൊറ്റപ്പെട്ടവരായിരുന്നില്ല.
നീ എവിടേക്കാണ് പോകുന്നത്? രേവതി ചോദിച്ചു. ദേവൻ ചിരിച്ചു. നീ പോകുന്നിടത്തേക്ക്. അവൾ അതിശയിച്ചു. എനിക്ക് ഇവിടെയെന്നു പോലും അറിയില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ചു കണ്ടെത്താം, അവൻ പറഞ്ഞു. ആ ദിവസം അവരൊരു പുതിയ യാത്ര തുടങ്ങി. ലക്ഷ്യമില്ലാത്ത പക്ഷെ അർത്ഥമുള്ള ഒരു യാത്ര. കാരണം ചില പ്രണയങ്ങൾ ഒരു രാത്രിയിൽ തന്നെ ആരംഭിക്കും, പക്ഷെ ഒരു ജീവിതകാലം നീളും. കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.